everyone, happy Christmas. Actually നമ്മൾ ക്രിസ്മസ് സ്റ്റാർട്ടായി ഇന്ന് 25th ഡിസംബർ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹാപ്പി ക്രിസ്മസ്. അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇന്നലെ വൈകുന്നേരം 24th ആയിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ കുർബാനയും കാര്യങ്ങളൊക്കെ. ഇന്ന് വൈകുന്നേരം ഉണ്ട്, അതിനും പോകണം. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മുടെ അതായത് ക്രിസ്മസ് കുർബാനയൊക്കെ കഴിഞ്ഞു. അങ്ങനെ വന്നിവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഇച്ചുവിന് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ അപ്പവും ഫിഷ് മോളിയൊക്കെ കഴിച്ചു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം കുട്ടികളൊക്കെ ലേറ്റായിട്ട് എഴുന്നേറ്റത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒഫീഷ്യലി നമ്മളിപ്പോൾ ഒരു കേക്ക് കട്ടിങ്ങോടുകൂടി, അതായത് നമുക്ക് മെറിൻ ചേച്ചി ഒരു കേക്ക് കൊണ്ട് തന്നെ കേട്ടോ പിള്ളേർക്ക് വേണ്ടിയിട്ട്, മെറി ക്രിസ്മസ് എഴുതിയ ഒരു ചോക്ലേറ്റ് കേക്ക്. ഒഫീഷ്യലി നമ്മൾ നമ്മുടെ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കേക്ക് കട്ടിങ്ങോടുകൂടിയാണ്. അപ്പോൾ നമുക്കിനി ആ കേക്ക് കട്ടിങ്ങിൽ കാണാം കേട്ടോ. മീൻ വൈൽ ഹെയ്ഡാപ്പിക്ക് ഹെലമോക്കും സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടാണ് കേട്ടോ അപ്പ വന്നേക്കുന്നത്. സോ ഇതാണ് ഹെലമോക്ക് കിട്ടിയ സർപ്രൈസ് ഗിഫ്റ്റാണ് ഹെലമോൾ കൈ പിടിച്ചിരിക്കുന്നത്. ഹെലമോൾ ആർ യു ഹാപ്പി? ഓക്കെ. ആൻഡ് ഹെയ്ഡാപ്പി കുറച്ച് നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ബോട്ടാണിത്. ഓക്കെ, അവൻ എപ്പോൾ നോക്കിയാലും ഇങ്ങനത്തെ ഒരു ഇത് പറയുന്നത്. ഹെയ്ഡാപ്പി അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? മ്യൂസിക് കേൾക്കും അല്ലേ? ഉണ്ടോ, ഇതിങ്ങനെ തിരിക്കുമ്പോൾ ഇതിനത് മ്യൂസിക് കേൾക്കും. അങ്ങനെ രണ്ട് ഹെയ്ഡാപ്പിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നു. പിള്ളേർ സൂപ്പർ എക്സൈറ്റഡ്. ഹെയ്ഡാപ്പി ഇഷ്ടപ്പെട്ടോ ഗിഫ്റ്റ്? അടിപൊളിയാണോ? സോ കുറെ നാളുകൊണ്ട് വെയിറ്റ് ചെയ്തൊരു ഗിഫ്റ്റ് ആയിരുന്നു അല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ടല്ലേ? ഓക്കെ, ഹെലമോളെ മാറിക്കേ. നിങ്ങൾക്ക് ഹെലമോക്ക് ഇഷ്ടപ്പെട്ടു? ഹെലമോടെ പാവ ഓൾമോസ്റ്റ് ഹെലമോളുടെ വലിപ്പം ഉണ്ട് കേട്ടോ ഈ പാവയ്ക്ക്. അപ്പോൾ കുറേ നാളുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാവേനെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതിനെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഒക്കെ എക്സൈറ്റഡ് ആണ്. ഹെബുവിൻ്റെ ഗിഫ്റ്റ് കാണിച്ചേ. ഹെബുവിൻ്റെ ഗിഫ്റ്റ് കാണിച്ചു. അതാ നല്ല പൊട്ടിക്കല്ലേ. ഹെബുവിനൊരു കുഞ്ഞ് ഡക്കിയാണ് കേട്ടോ കിട്ടിയത്. അപ്പം അതിങ്ങനെ ഇതുണ്ടോ, അതിനെ ഇരുന്ന് ഇതെൻ്റെ ഹാപ്പി ഇതെൻ്റെ അതിങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ ഓടിപ്പോകും കേട്ടോ. കാണിച്ചു തരാവേ. ഞെക്കുമ്പോൾ അതിങ്ങനെ അതെ ഓടിപ്പോകും. കണ്ടോ, ഇതാ പോണു. അങ്ങനെ കുട്ടികളൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടി ഭയങ്കര ഹാപ്പിയായി. നമ്മളെല്ലാവരും ഹാപ്പിയാണ്, ബ്ലെസ്ഡ് ആണ്. സോ ഇനി നമുക്ക് നമ്മുടെ സൂപ്പർ എക്സൈറ്റിംഗ് കേക്ക് മുറിക്കൽ. അതിന് ശേഷം നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ എങ്ങോട്ടാണ് പോകുന്നത്? സജുവിൻ്റെ വീട്ടിൽ. അപ്പോൾ നമുക്കിന്ന് ലഞ്ച് സജുവിൻ്റെ വീട്ടിലാണ്. സജുവിൻ്റെ സോമിൻ്റെ അടുത്താണ്. നമ്മുടെ കുഞ്ഞാവയുടെ ഫസ്റ്റ് ക്രിസ്മസാണ്. സോ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന അവിടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് പോകാം. ഓക്കെ, ഇനി കേക്ക് കട്ടിങ് എടുക്കുമ്പോൾ കാണാം. ഇതാണ് കേട്ടോ ചേച്ചി കൊണ്ടുവന്ന കേക്ക്. കുട്ടികൾക്ക് ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ചേച്ചി ഓർഡർ ചെയ്തുകൊണ്ട് വന്നത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പം നമുക്കിനി ഇത് എന്താ പറയുന്നത് കട്ട് ചെയ്യാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. അപ്പം നമ്മുടെ കേക്ക് നമുക്ക് മുറിക്കാം. ഇത് ആക്ച്വലി റിയൽ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് റിയൽ പ്ലാന്റ് ആണ്. ഇത് എന്താ പറയുന്നത്, ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മധുരക്കിഴങ്ങ്. അതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഓൾമോസ്റ്റ് എന്താ പറയുന്നത് ഒരു റൂമിൻ്റെ ഒരു അരഭാഗം അത് കവർ ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം വളരുന്നു എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മളിരിക്കുന്നത് കേട്ടോ. വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, മണ്ണൊന്നുമില്ല. മീനേന്ന് വാങ്ങിച്ച ലൈറ്റാണ് കേട്ടോ. പക്ഷേ മീനേന്ന് ഞങ്ങൾ വാങ്ങിച്ച ലൈറ്റ് ലാസ്റ്റ് ഇയർ വാങ്ങിച്ച ലൈറ്റാ. ഈ ലൈറ്റിങ്സ് എല്ലാം കേട്ടോ. അതൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട് ഈ വർഷവും. കേക്ക് കട്ടിയാ ക്രിസ്മസ് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ. ബാക്കി അമ്മ ചെയ്തുതരാം കേട്ടോ. അങ്ങനെ ഇതിന് മണ്ടയ്ക്കിരുന്ന സ്ട്രോബെറിയും കിവിയൊക്കെയാണ് കേട്ടോ ഇവരുടെ നോട്ടം. അതൊക്കെ എടുത്തു. ഇതേ ഹെബൂട്ടിന് മാത്രം ഒന്നും കിട്ടിയില്ല കേട്ടോ, കൈയൊക്കെ കൊട്ടി നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇച്ചുതേണ്ട ഓരോരുത്തർക്കും ഓരോ പീസ് കൊടുക്കുന്ന കേട്ടോ കാണുന്നേ. ദേഹത്ത് പറ്റിക്കാതെ കഴിക്കണം കേട്ടോ ഹെയ്ഡാപ്പി. ഓക്കെ, ഇനി നമുക്ക് ആ കേക്ക് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് അല്ലേ, നല്ല ടേസ്റ്റ് കേട്ടോ. ഞങ്ങൾ സജുവിൻ്റെ സോമിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഹെയ്ഡാപ്പിക്ക് ഓൾറെഡി പോയി. ഞങ്ങൾ ഒന്ന് രണ്ടിടത്ത് കേക്ക് കൊടുക്കണമായിരുന്നു, ക്രിസ്മസ് കേക്ക് കൊടുക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ ആ കേക്കൊക്കെ കൊടുത്തിട്ട് നേരെ സോമിയുടെ അങ്ങോട്ട് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ എത്തി. മേരി ക്രിസ്മസ്. അയ്യോ, ശാന്താടെ കിടപ്പ് കണ്ടോ? ഹലോ, എൻ്റെ ദൈവമേ, മൈ ഫസ്റ്റ് ക്രിസ്മസ്. ഞങ്ങളുടെ ശാന്തയാണ് കിടക്കുന്നത്. ഞങ്ങളുടെ ശാന്ത പെണ്ണാണ് കിടക്കുന്നത്.
അങ്ങനെ ഇതേണ്ടേ ഹെലമോടെ ഹീഡാപ്പിയുടെയും കൂടെ നടുക്കെടുത്ത് പെണ്ണാച്ചി കണ്ടെന്ന് കാണിക്കുന്നുണ്ടോ. ഹേബലിനെ മാത്രം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേബൽ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പണിയാണ്. അതെ ഹെബൂട്ടാ ഇനി വന്ന് ഇതാരാ നോക്കേ. പെണ്ണു പെണ്ണു കാണിക്കുന്ന പനി കണ്ടോ? കാണുന്ന പനിയുണ്ടോ? വേണ്ടേ സജിമാമൻ, സോമിയാൻറ്റി, സുബിപ്പെണ്ണ, ഇച്ചു, അമ്മിനിയെ. ഇപ്പോഴാണ് നിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. ആ ഈ ചേച്ചി അച്ചാച്ചയും കൊണ്ട് ഞാൻ തോറ്റുപോയി. ഇതെന്നെ ഇട്ടേക്കുന്നേ, എന്നെ ഇട്ടേക്കുന്നേന്ന്. ഓക്കേ അങ്ങനെ ഇതാണ്ടേ വിഭവസമൃദ്ധമായ ഞങ്ങളുടെ ലഞ്ച് ഇവിടെ റെഡി. ചോറ്, ബീഫ്, നാത്ത് മീൻ കറി, ഇത് പയർ മെഴുക്ക് പുരട്ടി, പിന്നെ ഇതണ്ടേ ബീൻസും ക്യാരറ്റുടെ തോരൻ, മോര് കാച്ചിയത്. ദെൻ വാട്ട് ഈസ് ദിസ്? ഓ പച്ചടി. ഓക്കെ അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഉച്ചക്കത്തെ വിഭവം. ഇതുണ്ട് ഇവിടുത്തെ ക്രിസ്മസ് ട്രീ. ഇതുണ്ട് അതിന് കൊടുത്തതാണ് നമ്മുടെ ഒഴിച്ചു കൂട്ടാൻ വയ്യാത്ത നമ്മുടെ പ്ലം കേക്ക്. ഇനി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇവിടെ ഭയങ്കര അലമ്പാണ്. ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ വിഭവസമൃദ്ധമായ ഊണൊക്കെ കഴിഞ്ഞ് ശേഷം ചെറുതായിട്ടൊന്ന് ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ പോയി കേട്ടോ. പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് കപ്പയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പം ഞങ്ങൾ വീണ്ടും സോമിയുടെ ഒക്കെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇത് കണ്ടതാണല്ലോ, നമ്മൾ ഉച്ചയ്ക്ക് കാണിച്ചായിരുന്നല്ലോ. ഓക്കെ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയൊരു ചായയൊക്കെ കുടിച്ചു, ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചു. അപ്പോൾ ക്രിസ്മസ് അടിച്ചു പൊളിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ഡിന്നർ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മുടെ സോമിയുടെ കൂടുതൽ ജോലി ചെയ്യുന്ന 1-2 ഫ്രണ്ട്സും വരുന്നുണ്ട്. അപ്പം ഞാൻ ഇനി ബാക്കി വിശേഷങ്ങൾ സോമിയുടെ വീട്ടിലെത്തിയതിന് ശേഷം കാണിക്കാം. ഞങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ സെയിം ഫ്ലാറ്റിലാണ് കേട്ടോ താമസിക്കുന്നത്. ഇവിടുന്ന് റെഡിയായി ഞങ്ങൾ നേരെ മേളത്തെ ഫ്ലാറ്റിലേക്ക് പോയാൽ മതി. അങ്ങനെ ഇനി അവിടെ ചെന്നിട്ട് കാണാവേ. അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സോമിയുടെ ഫ്രണ്ട്സൊക്കെ വന്നു. അവരെല്ലാവരും എന്താ പറയുന്നത്, സോമിയുടെ കുഞ്ഞാവ എടുത്ത് വെച്ചിട്ട് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. സോമിയുടെ കുഞ്ഞാവ മാത്രം എടുത്തിട്ടില്ല, ഹേബലൂട്ടനും എല്ലാമായിട്ട് ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. എൻ്റെ ഈ വോയിസിൻ്റെ എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ കോൾഡ് പിടിച്ചു. വോയിസ് ഓവർ കൊടുക്കുമ്പം എന്താ പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും വോയിസ് ഓവർ കൊടുത്തേ പറ്റത്തുള്ളൂ, കാരണം അവിടെ കാർട്ടൂൺ ഓടുന്നുണ്ടായിരുന്നു. ഹെബൂട്ടനോട് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അവൻ ഞങ്ങളെ പറ്റിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അവനോട് ഒരിടത്ത് ഇരിക്കടാ സിറ്റ് എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ഞങ്ങളൊക്കെ വിചാരിച്ച് അവനവിടെ ഇരിക്കുമായിരിക്കും എന്ന്. പക്ഷേ അവൻ ഓടി വരുന്ന കാണുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിരിക്കും, പിന്നെ അവൻ തിരിച്ചു പോവും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനിടയ്ക്കാണ് ഞങ്ങൾ കുറച്ച് ഉപ്പേരിയൊക്കെ പൊട്ടിച്ചു. ഉപ്പേരിയല്ല, ചക്ക വറുത്തത്. നാട്ടിൽ നിന്ന് കുറച്ച് ചക്ക വറുത്തതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചത്. എൻ്റെ ഓടി റീനുവിൻ്റെ മടിയിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക വറുത്തൊക്കെ പൊട്ടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഓടി നടന്ന് ഓരോരുത്തർക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീപാർവതിയൊക്കെ ഇരുന്നിട്ട് ഇതേണ്ടേ ഹെബൂട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് സെൽഫി എടുക്കുന്ന കാണുന്നത്. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിനാണ് കേട്ടോ നമ്മുടെ സേറ പെണ്ണും അതുപോലെ തന്നെ നമ്മുടെ സൗമ്യയും പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ കാർട്ടൂൺ ഇട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ ടോക്കുകളൊക്കെ ഞാൻ എന്താ പറയുന്നത് വോയിസ് ഓവർ കൊടുക്കത്തില്ലായിരുന്നു. പക്ഷേ അവിടെ കാർട്ടൂൺ ഓടുന്നതുകൊണ്ട് തന്നെ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നുള്ള പേടിയുണ്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ശ്രീപാർവതി. ഇപ്പോൾ അവൻ പറ്റിക്കും കേട്ടോ. ഇതേണ്ട ചിപ്സ് താഴെ പോയേ, വായിൽ കൊടുക്കാതിരിക്കുകയായിരുന്നു. എന്നിട്ട് ചോദിച്ച് അവസാനം ഒരെണ്ണം കൊടുത്തപ്പോഴത്തേക്ക് അത് താഴെയും പോയി. പിന്നെ ഒരെണ്ണം പോലും അവൾക്ക് കൊടുത്തില്ല കേട്ടോ. ഓ അമ്മയ്ക്കാണോ? സുബിയാൻറ്റിക്കുണ്ടോ? ആർക്കാ കൊടുക്കുന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് പിള്ളേരും എല്ലാവരോടും ഡാൻസ് കളിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല അടിപൊളി കരോൾ ഗാനങ്ങളൊക്കെയാണ് കേട്ടോ ഇട്ടത്. നമ്മുടെ ഗബ്രിയേലിൻ്റെ ദർശനം, ആ പാട്ട്, അങ്ങനെ പുതിയതായിട്ടുള്ള എല്ലാ കരോൾ ഗാനങ്ങളും ഇട്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഹെബൂട്ടനും ഹെലമോളും എല്ലാം കാണുന്നത് ഭയങ്കര ഡാൻസായിരുന്നു. ആ പാട്ടൊന്നും എനിക്കിതിലിടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് അടിച്ച് പ്രശ്നമാവും. അങ്ങനെ എല്ലാവരും ഫുൾ എൻജോയ് ആയിരുന്നു കേട്ടോ. എല്ലാവരുടെയും നോട്ടം ഹെബൂട്ടൻ്റെ നേരെയായിരുന്നു. അങ്ങനെ സജിമാവൻ ഓടിക്കൊണ്ടുവന്നൊരു തൊപ്പി വെച്ച് കൊടുത്തു കേട്ടോ. തൊപ്പി സത്യത്തിൽ ആ തൊപ്പി അവന് ഭയങ്കര വലുതായിരുന്നു. പക്ഷെ എന്നാലും അവനതൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുമായിരുന്നേ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരെയും തൊപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ കാണുന്നത്. കൊള്ളാവോ എന്ന് ചോദിച്ച് എല്ലാവരുടെ അടുത്ത് പോകുന്ന കേട്ടോ കാണുന്നത്.
അങ്ങനെ ഹെബൂട്ടൻ്റെ കൂട്ടത്തിൽ ഡാൻസ് കളിക്കാനുള്ള തിരക്കായിരുന്നു അവിടെ എല്ലാവരും. ഹെലമോളും ഹെബൂട്ടനും. ഹെയ്ഡാപ്പി പിന്നെ ഒരു എന്താണ് കുറച്ച് അപ്സെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെയ്ഡാപ്പി അവിടെ ചുമ്മാ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. ലേറ്റർ അവൻ നമ്മുടെ കൂട്ടത്തിൽ കൂടിയെങ്കിലും അവന് ഭയങ്കര എന്തോ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. അങ്ങനെ ഇതേണ്ട കുഞ്ഞിപ്പെണ്ണ് അതേണ്ട നമ്മുടെ ശ്രീപാർവതിയുടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ഒരു അടിപൊളി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സൂപ്പർബ്. അതിനിടയ്ക്ക് ഞാൻ അടുക്കളയിലേക്ക് നോടിപ്പോയി. ഇതുണ്ട് കപ്പ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇത് പാവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചിരിക്കുന്നു. എൻ്റെ നമ്മുടെ കപ്പയ്ക്ക് അരയ്ക്കാനായിട്ടുള്ള തേങ്ങയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ ഇതുണ്ടേ മുളകും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അങ്ങനെ കപ്പ റെഡിയാക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ.
വേണ്ട കഴിക്കണ്ടല്ലോ. ഇത് ഇതിന്റെ എന്നൊക്കെ സാധനം നോക്കിയാ Happy Christmas to us. കപ്പ കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. ഇതേണ്ടേ പാത്രങ്ങളെല്ലാം നിരത്തി വെച്ചു. ഇതേണ്ട ഹെബൂട്ടനാണ് കേട്ടോ ഇവിടെ വിളമ്പുന്ന ആള്. അപ്പം വൈകുന്നേരത്തെ അതായത് നൈറ്റിലെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. കപ്പ, വീണ്ടും ചോറും കറികളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേണ്ട ഇരിക്കുന്ന ബീഫ്, പാവയ്ക്ക തോരൻ, പച്ചടി, തോരൻ കറി, അതിനകത്ത് ചോറുണ്ട്, മീൻകറി ഉണ്ട്, പിന്നെ ഇത് മോരുണ്ട്. അങ്ങനെ അപ്പം ഞങ്ങളുടെ ക്രിസ്മസിന്റെ പരിപാടികൾ ഇന്ന് സമയം രാത്രി 11 മണിയായി. അപ്പം ഞങ്ങൾ ഡിന്നറോടുകൂടി നൈറ്റിലെ പരിപാടികളൊക്കെ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്മസിന്റെ പരിപാടികളൊക്കെ അവസാനിക്കുക. നാളെ എല്ലാവർക്കും ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. സോ അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ ഓൾ, ലവ് യു ഓൾ.